സ്വത്ത് മുഴുവൻ നിങ്ങൾക്ക് തന്നിട്ട് ഉടുതുണിയോടെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് ഈ വീട് വിട്ട് അബി പുറത്തേക്ക് പോയപ്പോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ നിന്നു. ഇന്നലെ 2 കൊച്ചു കുട്ടികളെ നിങ്ങൾ അപമാനിച്ചപ്പോ ഞാൻ മൗനമായിട്ട് നിന്നു. ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ട് എങ്ങനെയാടാ നിന്റെ അച്ഛന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കുന്നേ? എവിടേക്കാ പോകുന്ന എടുത്തി? എന്റെ മകന്റെ അടുത്തേക്ക്. അമ്മേ, അമ്മയുടെ 2 മക്കളും ഇവിടെയല്ലേ ഉള്ളത്? നിങ്ങൾ എന്റെ മക്കളാണോ? കൊള്ളി വെക്കാൻ മാത്രമായിട്ടാണ് മക്കളെങ്കിൽ അതുപോലെയുള്ള മക്കളെ എനിക്ക് ആവശ്യമില്ല. എന്റെ ശരിക്കുമുള്ള മകൻ അഭിയ. ഞാൻ അവനെ പ്രസവിച്ചില്ലെങ്കിലും പെറ്റമ്മയേക്കാൾ സ്നേഹത്തോടെ എന്നെ കാണുന്ന മകനാ എനിക്കവൻ. ആ മകന്റെ അടുത്തേക്കാ ഞാൻ പോകുന്നത്. അച്ഛനെ പോലെ അമ്മയും ഞങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണല്ലേ? അമ്മയെ എടുത്ത് ചാടുകയാണ്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് താമസിച്ചു. ഇനി നിങ്ങളുടെ ഈ അന്യായം കണ്ടുകൊണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ എനിക്കാവില്ല. ഞങ്ങളുടെ ഭാഗത്തെ തെറ്റ് മാത്രമേ അമ്മ കാണുന്നുള്ളൂ. അമ്മയ്ക്ക് ജനിക്കാത്ത മകന്റെ ഭാര്യ എന്താ ചെയ്തെന്നറിയോ? എന്നെ ശപിച്ചിട്ട് അവര് പോയത്. എനിക്ക് കുട്ടികൾ ജനിക്കില്ലെന്ന്, ഞാൻ നശിച്ചു പോണെന്ന് അവര് പറയുന്നത്. അങ്ങനെ എനിക്ക് നിങ്ങളെ ശപിക്കാൻ കഴിയാത്തതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. നിങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ കഴിയില്ലെന്നോർത്ത് എനിക്ക് സങ്കടമുണ്ട്. നിങ്ങളെ മാറ്റാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകുന്നു. ഒരു തവണ വീട് വിട്ടു പോയാ പിന്നെ തിരികെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. തിരികെ വരണമെന്നുള്ള ആഗ്രഹം എനിക്കും ഇല്ല. നിങ്ങളെപ്പോലെയുള്ള രാക്ഷസന്മാരുടെ കൂടെ കഴിയാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ പോയാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. വലിയ ബുദ്ധിമുട്ടുമായിരിക്കും. പോകുന്നെങ്കിൽ പോട്ടെ ഭാസ്കരേട്ടാ. ഇവിടെ ദിവസവും ബിരിയാണി കഴിക്കുന്നവര് അവിടെ ചെന്ന് പഴഞ്ചോറ് കഴിക്കട്ടെ. അതുപോലും ഇല്ലെങ്കിൽ കഞ്ഞിയെങ്കിലും കുടിക്കാം. ഇവിടെയാണെങ്കിൽ AC റൂമിൽ കിടക്കാം, അവിടെ നിലത്ത് പാവിരിച്ച് കിടക്കാം. 2 ദിവസം അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോ തനിയെ ഇങ്ങോട്ട് വന്നോളൂ. എന്താടി വായില് വരുന്നൊക്കെ അങ്ങ് വിളിച്ചു കൂവുകയാണോ? നിന്റെ അമ്മായിയാ ഇത്. എടാ ഭാസ്കരെ, കൊച്ചുമോനെ, നിന്റെ അമ്മയെ, പെറ്റമ്മയെ ഇങ്ങനെ അപമാനിക്കടാ? പോണെന്ന് അമ്മ തന്നെ തീരുമാനിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും? കാലി വീണ് യാചിക്കണമായിരിക്കും. അതിന്റെ ആവശ്യമില്ലടാ. ഇവിടെയുള്ളതുപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണമോ AC-യും പട്ടുമെത്തയുമോ ഒരു സൗകര്യം അവിടെ കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇവിടെയില്ലാത്ത സ്നേഹവും ദയവും ഒക്കെ അവിടെയുണ്ട്. അതുകൊണ്ടൊന്നും വയറ് നിറയില്ലമ്മേ. എത്ര വലിയ മണ്ടനാടാ നീ. നിന്നോടൊക്കെ അബിക്ക് സ്നേഹവും കരുണയൊക്കെ ഉള്ളതുകൊണ്ടല്ലേടാ ഇന്ന് നിങ്ങള് മൂക്ക് മുട്ടെ ഭക്ഷണം കഴിക്കുന്നത്, സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. അബിയുടെ സ്നേഹമാടാ ഇന്ന് നിങ്ങളെ കോടീശ്വരന്മാരാക്കിയത്. അവൻ കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സുഖസൗകര്യങ്ങളൊക്കെ തന്നിരിക്കയാടാ. ആ സ്നേഹത്തോളം മറ്റൊന്നും വരില്ലെന്നോർത്തോ. പോണെന്ന് തീരുമാനിച്ചെങ്കിൽ പൊയ്ക്കൊള്ളാമേ. ഞങ്ങളെ ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട. അമ്മേ, പടിക്ക് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആലോചിക്കേ. ഞങ്ങളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നവര് ഞങ്ങൾക്ക് വേണ്ടാത്തവരാകും. എന്തായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം അമ്മ ആരെങ്കിലും വേണ്ടെന്ന് പറയൂ? സ്വന്തം മക്കളെ അവര് വേണ്ടാന്ന് പറയല്ലേ? എന്താ അമ്മ ഇത്? ഈ വീട്ടിൽ ഏറ്റവും മുതിർന്നത് അമ്മയാ. അമ്മ തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോയാലോ? നിന്റെ ഭർത്താവും അനിയനും അനിയത്തിയും എന്നെക്കാളും ഈ വീട്ടിൽ വലിയവരായിരിക്കുക. അവരുടെ മുമ്പിൽ ചെറുതാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇവിടുന്ന് പോവാം. അമ്മേ, അമ്മേ. ഏട്ടത്തിക്ക് നാണോ മാനോന്നില്ലെന്നാ ഞാൻ വിചാരിച്ചേ. ഇപ്പൊ മനസ്സിലായി അതുണ്ടെന്ന്. ഈ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹമുള്ളവർക്ക് നിൽക്കാം, അല്ലാത്തവർക്ക് എങ്ങോട്ടാണെന്ന് വെച്ച് പോവാം. ആരിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു നഷ്ടമില്ല. ഫാക്ടറി പോകാൻ സമയമായി, വേഗം റെഡിയാവ്.
പത്മ വേഗം വാ, സമയാകുന്നു. ദാ വരുന്നു കേട്ടാ. ഞാനും റെഡി ആയിട്ടതാ വരുന്നു. അവരോട് വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കാൻ പറ രവി. അനുനെയും കീർത്തിയെയും ഭദ്രമായിട്ട് നോക്കാൻ വേണ്ടി ഞാൻ ഉണ്ണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് പത്മ. ഉണ്ണിയും ചെറിയ കുട്ടിയാണെന്ന് പറ രവി. ഉണ്ണി കൊച്ചുകുട്ടിയൊക്കെ തന്നെയാ, എന്നാലും ഉണ്ണി അനിത്യമാരെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്നു പറയും പത്മ. അവളുണ്ടാക്കിയ ഭക്ഷണം ഞാൻ കഴിക്കില്ലെന്ന് പറ രവി. അത് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞു കൊടുക്ക് പത്മ. നിക്ക് നിക്ക്, ഞാൻ സൈക്കിളിൽ വരിക. ഹലോ, ഇത് ക്യാബോ ഓട്ടോയോ ഒന്നുമല്ല, എന്റെ സ്വന്തം സൈക്കിളാണ്. ഇതിൽ ഞാൻ വേറെ ആരെയും ഇരുത്തില്ല. അയ്യോ അഭിയേട്ടാ, ചേച്ചി എങ്ങനെ ഫാക്ടറിയിലേക്ക് വരും? എന്റെ സൈക്കിൾ കയറിക്കോട്ടെ. ആ ചേച്ചി വായിച്ചു, നമുക്ക് പോവാം. രവി, സോറി ഏട്ടാ, ഞാൻ ചേച്ചിയുടെ സൈഡാ. താങ്ക് യു രവി. അപ്പോ ഞാൻ എങ്ങനെയാ വരിക? നീ നടന്നു വന്നാ മതി. ആ വാ ചേച്ചി, കയറ്. നീയുണ്ടല്ലോ, അവനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പത്മ. അങ്ങനെയൊന്നും അല്ല അഭിയേട്ടാ, ഞാൻ നിങ്ങളുടെ സൈഡാ. ഞാൻ പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അഭിയേട്ടനാ ചേച്ചിയെ ശരിക്കും മനസ്സിലാക്കാത്തെന്നാ എനിക്ക് തോന്നുന്നേ. ആ അല്ല അല്ല, ചേച്ചിയാ ചേട്ടനെ മനസ്സിലാക്കാത്തെന്നാ എനിക്ക് തോന്നുന്നേ. ശരി ശരി, ഇങ്ങോട്ട് കയറ്. ഉം. നിങ്ങൾ എന്റെ മക്കളാണോ? കൊള്ളി വെക്കാൻ മാത്രമായിട്ടാണ് മക്കളെങ്കിൽ അതുപോലെയുള്ള മക്കളെ എനിക്ക് ആവശ്യമില്ല. എന്റെ ശരിക്കുമുള്ള മകൻ അഭിയ. ഏട്ടാ, ഞങ്ങൾ ഫാക്ടറിയിലേക്ക് പോവാ. പിന്നെ ഒരു കാര്യം കൂടി, ഏടത്തി ആ വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കരുത്. അവിടെ പോയി കെഞ്ചി അമ്മയെ വീണ്ടും തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കരുതെന്ന് പറയണം. അതെ ഭാസ്കരേട്ടാ, നമ്മള് വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകുന്നവരെ നമുക്ക് വേണ്ട. നമ്മുടെ വീട്ടില് നമ്മൾ മാത്രം മതി. നീ ചെയ്യുന്നത് തെറ്റാണ് കാർത്തിക. നാളെയോ മറ്റന്നാളോ നമുക്ക് ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഈ വീട് വിട്ടു പോകേണ്ട ആവശ്യം എന്താ? ഇത് നമ്മുടെ വീടല്ലാത്തത് കൊണ്ട് തന്നെ. ഈ വീടും സ്വത്തും എല്ലാം നമ്മുടേതാ ഏടത്തി. ഇന്ന് നമ്മുടേത്, നാളെ നമ്മുടേതല്ലാതായി തീരാം. നമ്മുടെ കൈവശമുള്ള ഈ വീടും സ്വത്തൊക്കെ ആരാ വാങ്ങിക്കാൻ പോകുന്നേ? അബി, അയാൾ എങ്ങനെ എടുക്കാനാ? ഈ വീടും സ്വത്തുക്കളും എന്തിനു വേണ്ടിയാണോ അബി നമുക്ക് തന്നത്, അതിനു വേണ്ടി തന്നെ അവൻ തിരിച്ചു വാങ്ങും. മനസ്സിലാവുന്ന രീതിയിൽ പറയും ഭാവനെ. ഏട്ടനെ ഏട്ടന്റെ അനിയനെയും കണ്ടിട്ടല്ല അബി ഈ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങളുടെ പേരിൽ എഴുതി തന്നത്. അച്ഛനും അമ്മയോടും ഉള്ള ഇഷ്ടം കൊണ്ട് കൊടുത്തതാ. അച്ഛൻ എന്തായാലും നമ്മളോടൊപ്പം ഇല്ല. ഇപ്പൊ അമ്മയും കൂടെ ഇറങ്ങിപ്പോയി. നിങ്ങൾ അമ്മയെ കഷ്ടപ്പെടുത്തിയെന്ന് അബി അറിയാൻ പോവാ. അമ്മയുടെ മനസ്സൊന്ന് വിഷമിച്ചാൽ പിന്നെ അബി എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. അബിയുടെ തനി സ്വരൂപം നിങ്ങൾ കാണും. നിങ്ങളുടെയൊക്കെ ജീവൻ ഒഴിച്ച് ബാക്കിയെല്ലാം അവൻ ഉറപ്പായും തിരിച്ചെടുത്തിരിക്കും. അബിയുടെ ദേഷ്യം കാണണ്ടെന്നുണ്ടെങ്കിൽ അമ്മയെ വേദനിപ്പിക്കാതിരിക്കെ. ഈ വീടും സ്വത്തുക്കളും വേണമെന്നുണ്ടെങ്കിൽ അമ്മയെ പോയി വേഗം തിരിച്ചു വിളിച്ചോണ്ട് വാ.
പറഞ്ഞത് മനസ്സിലായല്ലോ. ഡാ ഭാവന പറഞ്ഞിട്ട് പോയത് സത്യമാടാ ഭാസ്കറെ. അബിക്ക് നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ ജീവനാ. അബി എങ്ങാനും നിങ്ങളുടെ അമ്മയെ ഇവിടുന്ന് പറഞ്ഞയച്ചെന്നങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ, ഈ വീട് അബി നിങ്ങളുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിക്കും. ചേട്ടനും അനിയനൊന്നും അവൻ നോക്കില്ല. നിങ്ങളെ ജീവനോടെ വെച്ചേക്കൊന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അതെ അഖിൽ, അഭിയേട്ടന് ദേഷ്യം വന്നാ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏട്ടത്തി പറഞ്ഞതുപോലെ അഭിയേട്ടൻ നരസിംഹ അവതാരമെടുക്കും. ഇനി എന്ത് ചെയ്യും ഏട്ടാ? അതാ ഞാനും ആലോചിക്കുന്നേ. ഇനിയിപ്പൊ ഇതിനെന്താ ആലോചിക്കാനാ? ഉടനെ അബിയുടെ വീട്ടിലേക്ക് ചെല്ല്. നിങ്ങളുടെ അമ്മയുടെ കാലിൽ വീണെങ്കിലും തിരിച്ചു കൂട്ടിക്കൊണ്ടു വാ. നിങ്ങളുടെ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വത്തും ജീവനും തിരിച്ചു കിട്ടും. വേഗം ചെല്ല് അഖിൽ, എത്രയും പെട്ടെന്ന് അമ്മയെ വിളിച്ചിട്ട് വാ. ഭാസ്കരേട്ടനും പോയിട്ട് വാ. അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അമ്മ വന്നില്ലെങ്കിൽ മരിച്ചു കളയുന്ന നിങ്ങൾ പേടിപ്പിക്കേ. നിങ്ങൾ അമ്മയ്ക്ക് നിങ്ങളോട് സ്നേഹം കൂടുതലുണ്ട്. അത് കറക്റ്റാ ഏട്ടാ. അമ്മയെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടായാലും ശരി തിരികെ ഇങ്ങോട്ട് കൊണ്ടുവരണം. വാ ഏട്ടാ. ശരി, വാ. ആ ചെല്ലേ. ഉണ്ണി, അനു, കീർത്തി സുഖാണോ? സുഖായിരിക്കുന്നു മുത്തശ്ശ. മുത്തശ്ശന് സുഖാണോ? സുഖായിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മുത്തശ്ശ എന്താ വാങ്ങിക്കൊണ്ട് വന്നേ? പഴം വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നു മക്കളെ. അമ്മയും അച്ഛനും ഒക്കെ എവിടെ? ജോലിക്ക് പോയിരിക്കുക മുത്തശ്ശ. നിങ്ങളൊക്കെ എന്താ വീട്ടിൽ തന്നെ നിൽക്കുന്നേ? സ്കൂളിലൊന്നും പോയില്ലേ? ഇന്ന് ഹോളിഡേയാ മുത്തശ്ശ. ഇന്നലെ ഹോളിഡേ ആയിരുന്നു. ഫുൾ ടൈം കളിയായിരുന്നു. അച്ഛനെ പോലെ അമ്മയും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോവുകയാണല്ലേ? ഒരു തവണ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ തിരികെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ട് നീ വന്നതല്ലേ? ഏട്ടൻ ഇവിടെയുള്ള കാര്യം ഞാനെങ്ങനെ അറിയാനാ? ഇപ്പൊ അറിഞ്ഞല്ലോ. തിരിച്ചു പോ. ഞാൻ എന്റെ മകന്റെ വീട്ടിലാ വന്നിരിക്കുന്നേ. പോകാൻ പറയേണ്ട ആവശ്യം എന്താ? ഞാനും എന്റെ മക്കളുടെ വീട്ടിൽ തന്നെയാ വന്നിരിക്കുന്നത്. ഈ വീടും നിനക്കും തമ്മിൽ എന്താ ബന്ധം? ആ വീടുമായിട്ടുള്ള ബന്ധം മുറിച്ചു മാറ്റിയിട്ടാ വന്നിരിക്കുന്നേ. ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോ എന്നെ ഈ വീട്ടിൽ പോലും നിൽക്കാൻ നീ സമ്മതിക്കില്ലേ? ഞാൻ ഏട്ടനെ പോലെ പോകാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ വാ തുറന്ന് പറഞ്ഞില്ലെങ്കിലും നീ ഉള്ള സ്ഥലത്ത് എനിക്ക് നിൽക്കാൻ കഴിയില്ല. അത് ഏട്ടന്റെ പ്രശ്നം. എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നീയാണ് എന്റെ പ്രശ്നം. അയ്യോ മുത്തശ്ശ, നിങ്ങൾ വീണ്ടും തുടങ്ങിയല്ലോ. അച്ഛനെയും അമ്മയും പോലെ മുത്തശ്ശിയും മുത്തശ്ശനും വഴക്കൂടരുത്. എന്താ പറഞ്ഞേ? അച്ഛനും അമ്മയും വഴക്കിട്ടെന്നോ? അവരുടെ വഴക്കിന് നീയായിരിക്കും കാരണക്കാരി.
അതൊന്നും അല്ല മുത്തശ്ശ, മുത്തശ്ശിയുടെ തെറ്റൊന്നും അല്ല, എല്ലാവരുടെ തെറ്റാ. അങ്ങനെയൊന്നുമില്ല, അമ്മയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, എല്ലാം അച്ഛന്റെ തെറ്റാണ്. അച്ഛന്റെ തെറ്റുമല്ല, അമ്മയുടെ തെറ്റുമല്ല മുത്തശ്ശ. അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കിയതൊന്നും അല്ല മുത്തശ്ശ. ഇവര് രണ്ടുപേരും വെറുതെ തമാശ പറയുന്നതാ. നീ മാത്രം മതി ഉണ്ണി ഈ കുടുംബം സന്തോഷമായിട്ടിരിക്കുന്നതിന്. അത് ശരി, നീ എന്തിനാ അവിടെ നിന്ന് ഇറങ്ങി വന്നത്? എന്റെ മകനും മരുമകൾക്കും ഇവിടെയുള്ള എന്റെ പേരക്കുട്ടികൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാ വന്നത്. ദൈവമേ, ഈ പ്രായത്തിൽ നീ വെക്കുന്ന കഴിക്കണോ ഞാൻ? മുത്തശ്ശ, മുത്തശ്ശി പക്ഷെ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുമല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കുണ്ണി. നിന്റെ മുത്തശ്ശിയെ കുറിച്ച് നിനക്കറിയില്ല ഉണ്ണി. മുത്തശ്ശനാണ് മുത്തശ്ശിയെ കുറിച്ച് ശരിക്കും അറിഞ്ഞൂടാത്തത്. മുത്തശ്ശിക്ക് എല്ലാരോടും നല്ല സ്നേഹ. നിങ്ങൾക്ക് മാത്രമല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. കുട്ടികൾക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, നിനക്കും കുട്ടികളോട് സ്നേഹം ഉണ്ടാവണം. ഉള്ളതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തോ പ്ലാൻ ചെയ്ത് വന്നിരിക്കുക. അപ്പോ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? വിശ്വസിക്കുകയില്ല. നിനക്ക് നിന്റെ മക്കളെയാണ് ഇഷ്ടം. എല്ലാരും ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഇന്നലത്തോടെ നോമിനേഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു. 2 നോമിനേഷനാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഇപ്പോഴുള്ള യൂണിയൻ ലീഡറിൻ്റെതും, രണ്ടാമത്തേത് പാക്കിംഗ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന വസുന്ധരയുടേതും. മറ്റന്നാളാണ് ഇലക്ഷൻ. ഇന്നും നാളെ നിങ്ങൾക്ക് പ്രചാരണം നടത്താം. എന്നാൽ വർക്കിംഗ് അവേഴ്സിൽ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവാൻ പാടില്ല. ഓൺലി ടീ ബ്രേക്കിനും ലഞ്ച് ബ്രേക്കിനും മാത്രമേ പ്രചരണം നടത്താവൂന്ന MD പറഞ്ഞിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞ് 1 മണിക്കൂറിനകം റിസൾട്ട് പുറത്തുവിടും. പുതിയതായി തിരഞ്ഞെടുക്കുന്ന യൂണിയൻ ലീഡർ നമ്മുടെ MDയെ സപ്പോർട്ട് ചെയ്യണം. ആ ലീഡർ പറയുന്ന വേണം നിങ്ങൾ അനുസരിക്കേണ്ടത്. ഞാൻ എപ്പോഴും MD സാറിൻ്റെ കൂടെ തന്നെയാണുള്ളത് മാനേജർ സാർ. ഇപ്രാവശ്യവും ഞാൻ തന്നെയായിരിക്കും ലീഡർ. ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് എന്തിനാ നിങ്ങൾ തന്നെ ലീഡറാണെന്ന് പറയുന്നത്? ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും ലീഡർ. കാരണം വർക്കേഴ്സ് എല്ലാം എൻ്റെ കൂടെയാണുള്ളത്. ഒരുപക്ഷേ പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സ് മാറി ഇലക്ഷൻ്റെ അന്ന് വർക്കേഴ്സ് എല്ലാവരും കൂടെ ഞങ്ങളുടെ സൈഡിലേക്ക് വന്നാലോ? അങ്ങനെ വരാൻ ഒരു സാധ്യതയില്ല. എല്ലാവരും ഞാൻ പറയുന്നതേ കേൾക്കൂ. ഇയാള് വർക്കേഴ്സിനെല്ലാം കൈക്കൂലി കൊടുത്ത് ഒതുക്കിയെന്നാ തോന്നുന്നേ. അതാ ഇത്രയും ധൈര്യത്തോട് സംസാരിക്കുന്നേ. ഓണേഴ്സ് യൂണിയൻ ലീഡർ ഒന്നിച്ചെന്ന ചേട്ടാ തോന്നുന്നത്. എങ്ങനെയെങ്കിലും ചേച്ചിയെ തോൽപ്പിക്കാൻ അവർ നോക്കുന്നത്. ഇപ്പൊ എല്ലാവരും പോയി അവരവരുടെ ജോലി ചെയ്തേ. നിനക്കുള്ളത്രയും വിവരം നിന്റെ ഭാര്യയ്ക്കില്ല അഭിരാം. ഹീറോയിനെ പോലെ നീ തന്നെ നോമിനേഷൻ കൊടുത്തില്ല, പക്ഷെ അവള് കൊടുത്തു. ഈ ഇടയ്ക്ക് ഫാക്ടറിയിൽ ജോയിൻ ചെയ്ത ഒരു പെണ്ണ് യൂണിയൻ ഇലക്ഷനിൽ എങ്ങനെ ജയിക്കാനെന്ന് പറ. ഒരാണ്, ഇവളുടെ ഭർത്താവ്. നീയെങ്കിലും അവൾക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞു കൊടുക്കണ്ടേ? വരുന്ന ഇലക്ഷനിൽ ഇവള് തോൽക്കുകയാണെങ്കിൽ നിന്റെ മാനവല്ലേ നഷ്ടപ്പെടാൻ പോകുന്നത്? എൻ്റെ ചേച്ചി എന്തായാലും തോൽക്കില്ല, ഉറപ്പായും ജയിക്കും. എങ്ങനെയാടാ ജയിക്കുന്നത്? നിനക്ക് ഞാനൊരു സീക്രട്ട് പറഞ്ഞു തരട്ടെ. എല്ലാവരെയും കാശ് കൊടുത്ത് ഞാൻ വിലയ്ക്ക് വാങ്ങണം.
മറ്റന്നാൾ ഇവരെല്ലാവരും എനിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ. നിന്റെ ചേച്ചിക്ക് കിട്ടാൻ പോകുന്നത് നീ അടക്കം 3 വോട്ടാ. നീയും നിന്റെ ഭാര്യയുടെ, പിന്നെ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് അഭിരാമും. അതിനപ്പുറത്തായി എക്സ്ട്രാ 1 വോട്ട് പോലും കിട്ടില്ല. ഇതുപോലുള്ള കാര്യങ്ങളിൽ ഞാൻ നല്ല പിടിവാശിക്കാരനാ. എന്റെ സർവീസിൽ ഞാൻ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇന്ന് ഇതുപോലൊരു പൊസിഷനിൽ വന്നിട്ടുള്ളത്.